കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ശാലിനി, ആന്റി എത്തിയോ? കുറുപ്പ് സാർ എവിടെ? സാറവിടെ പുറത്തുണ്ട്. കല്യാണ സാരിയൊക്കെ ഉടുത്തപ്പോ നല്ല സുന്ദരിയായിട്ടുണ്ടല്ലോ ആള്. ഞാൻ ആദ്യമായിട്ടാ മോള് സാരി ഉടുത്ത് കാണുന്നത്. ഇതേതാ സാരി? രാജേശ്വരി സെലക്ട് ചെയ്തെന്നാണോ? അല്ല ആന്റി, അതിന്റെ ബ്ലൗസ് ചേർന്നില്ല, അപ്പൊ വേറൊന്നെടുത്തു, അത്രേ ഉള്ളൂ. പക്ഷേ ഇത്രയും പകിട്ടുള്ള സാരി പെട്ടെന്ന് എവിടുന്ന് കിട്ടി? അതിശയാണല്ലോ. അത് ഇന്നലെ ആ സത്യഭാമ വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ മകന്റെ കല്യാണം ക്ഷണിക്കാൻ അവര് കൊടുത്തതാ. കൊള്ളാലോ, നല്ല ഭംഗിയുണ്ട്. അതെ അതെ, വെറൈറ്റിയാ. ഉടുത്തപ്പോ നല്ല രസമുണ്ട് കാണാൻ. ആരുടെയും കണ്ണു തട്ടണ്ട. എടി, മൊത്തത്തിൽ എങ്ങനെയുണ്ട്? ആരെങ്കിലും എടുത്തോണ്ട് പോയി ഏതെങ്കിലും സ്വർണ്ണക്കടയുടെ മുന്നിൽ വയ്ക്കാതിരുന്നാ മതി, പരസ്യമായിട്ടേ. അതെന്തിനാ സ്വർണ്ണക്കട വേറെ അന്വേഷിക്കുന്നത്? ഇത് തന്നെയല്ലേ സ്വർണ്ണക്കട? എടി, കുറച്ചൊക്കെ സിമ്പിൾ ആക്കാനായിരുന്നു എന്റെ ആഗ്രഹം. പക്ഷേ അമ്മയ്ക്ക് നിർബന്ധം മാരേജിനാ നമ്മുടെ പണത്തിന്റെ പകിട്ടും പത്രാസും ഒക്കെ കാണിക്കേണ്ടതെന്ന്. നമ്മളല്ലേ എല്ലാവരുടെയും ശ്രദ്ധാകേന്ദ്രം. അമ്മയുടെ അഭിപ്രായത്തിൽ ഒരു പെണ്ണിന് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കിട്ടുന്നത് വിവാഹ ദിവസാ. അവളാ അന്നത്തെ നായിക. അത് ശരിയാ. പിറ്റേ ദിവസം മുതൽ അമ്മായി അമ്മയുടെ കണ്ണൂരിട്ടിലും നാത്തും പോരും. ഇത് കഥ വേറെയാ മോളെ. അമ്മായി അമ്മയുടെ നാത്തൂന്റെ ഒക്കെ സൈക്കോളജി നേരത്തെ ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഇനി അതല്ല, കൂടുതൽ കളിക്കാനാ ഭാവമെങ്കിൽ അവരാണെങ്കിലും വീടിന് വെളിയിൽ. ആ വീട്ടിലെ ഹീറോയിൻ എന്നും സുസ്മിത തന്നെ ആയിരിക്കും. അതിന് നീയല്ല വേറെ ആരായിരുന്നില്ലേ കഥയിലെ ഹീറോയിൻ? അവളെ ചവിട്ടി പുറത്താക്കിയിട്ടല്ലേ ഇവള് കയറിയത്. എന്തിനാണ് ഇങ്ങനത്തെ മെലോ ഡ്രാമയൊക്കെ? മാരേജ് തന്നെ ഇപ്പൊ ഔട്ട് ഓഫ് ഫാഷനാ. നിന്നെ ഇന്ന് വേണ്ടാന്ന് പറയുന്നവനെ നീ ഇന്നലെ വേണ്ടെന്ന് വെക്കണം. എടി, ഒരാണ് വിചാരിച്ച ഏറിയ ഒരു 5-6 പെണ്ണിനെ വല വിശി പിടിക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ അത്യാവശ്യം കാണാൻ കൊള്ളാവുന്നൊരു പെണ്ണ് നന്നായി ഒന്ന് മനസ്സ് വെച്ചാ ബിവറേജ് ഷോപ്പിനേക്കാൾ തിരക്കായിരിക്കും. പിന്നെ എന്തിനാടി വേറൊരു പെണ്ണിന് മനസ്സ് കൊടുത്തവനെ? യൂസ് ആൻഡ് ത്രോ. അതാ എന്റെ ഒരു ലൈൻ. ഇത് ലൈൻ വേറെ അടി. നീ പറഞ്ഞ പോലെ സുസ്മിത ആരുടെയും പിന്നാലെ ലവ് എന്ന് പറഞ്ഞ് നടന്നിട്ടില്ല. സ്കൂൾ കാലം മുതലേ സുസ്മിതയുടെ പിന്നാലെ ആയിരുന്നു എല്ലാവരും. ആരാധനയും പ്രണയവും ഞാൻ കുറെ ആസ്വദിച്ചിട്ടുണ്ട്. അപ്പൊ എന്റെ നിശ്ചയം എന്നെ ഒരുത്തൻ നേരത്തെ തെരഞ്ഞെടുക്കണ്ട, ഞാൻ ഒരുത്തനെ തെരഞ്ഞെടുത്താ മതിയെന്നായിരുന്നു. ഞാനൊരുത്തനെ ചൂണ്ടിക്കാട്ടിയ അവൻ എന്നെ കെട്ടിയിരിക്കുമെന്നും വിചാരിച്ചു. അങ്ങനെ ഒരേ ഒരാൾക്ക് മുന്നിലേ ഞാൻ പ്രണയം പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ അവിടെ ഞാൻ തോറ്റു. തോൽപ്പിച്ചത് വെറൊരു ചായക്കടക്കാരി. അവിടെയാണ് എനിക്ക് ജയിക്കേണ്ടിയിരുന്നത്. അതിനുവേണ്ടി മാത്രമാണ് ഇന്ന് ഈ മാരേജ്. ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം അയാളുടെ ഭാര്യയായി കഴിയണം എനിക്ക്. അല്ലെങ്കിൽ ശേഷിച്ച ജീവിതം മുഴുവൻ തലകുനിച്ച് നടക്കേണ്ടി വന്നേനെ. അപ്പൊ ബ്ലേഡ് സത്യഭാമയുടെ മകൻ വിഷ്ണുവിനെയും കെട്ടി ഒതുങ്ങാൻ പോവാണോ നീ? കെട്ടി ഒതുങ്ങാനല്ലടി, കെട്ടി പറക്കാൻ. താലി ഒന്ന് വീണോട്ടെ എന്റെ കഴുത്തിൽ. അടുത്ത നിമിഷം മുതൽ സുസ്മിത എന്തൊക്കെയാ ചെയ്യാൻ പോകുന്നതെന്ന് നിങ്ങൾ കണ്ടോ? സുസ്മിതയെ വേണ്ടാന്ന് പറഞ്ഞവൻ ജീവിതത്തിൽ അവസാനമായി ചിരിക്കുന്നതേ ഇന്നത്തെ ദിവസമായിരിക്കും. ദ വെരി ലാസ്റ്റ് ഹാപ്പി ഡേ ഓഫ് ഹിസ് ലൈഫ്. അല്ല, ഒരുക്കം കഴിഞ്ഞില്ലേ ഇതുവരെ? ഇറങ്ങാൻ സമയമായി മോളെ. ഇറങ്ങാമേ, ഞാൻ റെഡിയാ.
എനിക്ക് വേണ്ടിയിട്ടല്ല, എന്റെ കുടുംബത്തിന് വേണ്ടിയിട്ടാ ഈ വിവാഹം നടക്കുന്നത്. ഞാൻ ഇവിടുന്ന് പടിയിറങ്ങി പോകുമ്പോ നിങ്ങൾ വേണം ഇവരുടെ കാവലായും തുണയായും ഉണ്ടാവാൻ. ശാരികേച്ചി ആഗ്രഹിച്ചതുപോലെ തന്നെ ഒരു തടസ്സവും പ്രശ്നവും ഇല്ലാതെ രാജീവ് സാറുമായുള്ള വിവാഹം നടക്കണം. അമ്മയുടെ ബാക്കി സ്വപ്നങ്ങളെല്ലാം ശ്യാമയിലൂടെ വേണം നിങ്ങൾ നിറവേറ്റി കൊടുക്കാൻ. എന്റെ അമ്മയ്ക്ക് എന്നും താങ്ങും തണലുമായി നിങ്ങൾ ഉണ്ടാകുമെന്ന ഉറച്ച വിശ്വാസത്തില ഞാനീ പോന്ന്. കൂടെ നിന്ന് അനുഗ്രഹിച്ച് കാത്തോളണേ. ഇനി ദക്ഷിണ നൽകി അച്ഛന്റെ അമ്മയുടെ അനുഗ്രഹം വാങ്ങിയാൽ നമുക്കിറങ്ങാം. മാമനെ ദാ അച്ഛനോട്. മോനെ, ആദ്യം അച്ഛന്റെ അനുഗ്രഹം വാങ്ങ. നന്നായി വരും മോനെ. എന്റെ മോന് സമ്പത്തും ആയുസ്സും ആരോഗ്യവും എല്ലാം നൽകി സുദീർഘ ദാമ്പത്യത്തിന് ജഗദീശൻ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥന കഴിഞ്ഞെങ്കിൽ ഈ ദക്ഷിണ കൊടുത്ത് വേണ്ടപ്പെട്ടവരുടെ അനുഗ്രഹം വാങ്ങിക്കാം. നന്നായി വരും. ദീർഘസുമംഗലിയായിരിക്കാൻ ദൈവങ്ങൾ അനുഗ്രഹിക്കട്ടെ. അമ്മയ്ക്ക് കൊടുക്ക. സകല ദൈവങ്ങളുടെ അനുഗ്രഹം എന്റെ വിഷ്ണുമോനുണ്ടാവട്ടെ. നന്നായി വരും. അല്ല, ഗോപാലകൃഷ്ണൻ അവിടെ? ഇവിടെയും ഒന്ന് എത്തി നോക്കേണ്ടതല്ലേ അയാളിന്ന്? ഗോപാലേട്ടൻ അമ്പലത്തിലെത്തിക്കോളാന്നാ പറഞ്ഞത്. അനുഗ്രഹം അവിടെ നിന്നും വാങ്ങാലോ. ഓ, തൽക്കാലം ഒരമ്മാവന്റെ സ്ഥാനത്ത് നിന്ന് സാരഥ വാങ്ങണം. മോളെ, സകല ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും ദീർഘമാംഗല്യവും ഉണ്ടാവട്ടെ. മോളുടെ മുന്നോട്ടുള്ള ജീവിതത്തിന് നന്നായി വരും. ഞങ്ങൾ എന്താ പറയും മോളെ? പ്രാർത്ഥിക്കണം രാജേച്ചി. അതെപ്പോഴും ഉണ്ട്. അതേ എപ്പോഴും ഉള്ളൂ. മോളെ ശാരികേച്ചി, ഇന്നും പ്രാർത്ഥന അനുഗ്രഹം ഉണ്ടാവണം. മോളെ, നമുക്കെന്നാ ഇറങ്ങിയാലോ? തൊഴുതിട്ട് വാ. ഒരുക്കം കഴിഞ്ഞില്ലേ? കഴിഞ്ഞ ആന്റി. എന്നാ ഇറങ്ങാം. അച്ഛൻ അന്വേഷിക്കുന്നുണ്ട്. വാ.
വീട് പൂട്ടിയിട്ട് വാ. കഴിഞ്ഞില്ലേ ഇതുവരെ? നീ ആ ബ്യൂട്ടി പാർലറിൽ പോയി 3-4 മണിക്കൂർ തപസിരുന്നല്ലേടാ, പിന്നെ എന്തിനാ വീണ്ടും ഈ കസർത്ത് കാണിക്കുന്നേ? പാർലറിൽ പോയെങ്കിലും കംപ്ലീറ്റ് അങ്ങോട്ട് ശരിയായിട്ടില്ല ചേച്ചി. എനിക്ക് ആ പഴയ കമലഹാസന്റെ മീശ വെച്ച മുഖത്ത് നല്ല ചേർച്ചയായിരിക്കും. ബെസ്റ്റ്. അതെ, അവളെ ഇങ്ങോട്ട് കെട്ടിയെടുക്കാനല്ലേ. അതിന് ഈ മുഖത്ത് വലിയ ഡെക്കറേഷൻ ഒന്നും വേണ്ട, മതിയാക്ക്. എന്നാലും മുഖം എന്റെ അല്ലേ ചേച്ചി. എന്റെ മനോവീര്യം തകർക്കാതെ ചേച്ചി പോവാൻ നോക്ക്. നിന്റെ ഒരു മനോവീര്യം. എടാ, നിന്റെ ഈ ഒരുക്കവും പെരുക്കവും ഒക്കെ കാണുമ്പോ എനിക്കൊരു സംശയമുണ്ട്. ഒരസല് പെൺകോന്തനാകാനുള്ള സകല ലക്ഷണവും നിന്നിൽ കാണുന്നുണ്ട്. ആണോ? സന്തോഷം. എന്തായാലും ഞാൻ അളിയനെ പോലെ ആവൂല ചേച്ചി, അത് ചേച്ചി പ്രതീക്ഷിക്കേ വേണ്ട. എന്നാലേ ആ പരിഹാസം വേണ്ട. നിന്റെ അളിയനെ ഞാൻ ചൊൽപ്പടിക്ക് നിർത്തുന്നുണ്ടെങ്കിൽ അത് എല്ലാവർക്കും ഇവിടെ ഗുണമേ ചെയ്തിട്ടുള്ളൂ, നിനക്കടക്കം. മാത്രമല്ല, ഞാൻ ഗോപാലേട്ടനെ കയറൂരി വിട്ടിരുന്നെങ്കിൽ ആ കുടുംബശ്രീ ഹോട്ടലും വീടും അടക്കമുള്ള സ്വത്തും മാത്രമല്ല, നമ്മള് കാൽ ചവിട്ടി നിൽക്കുന്ന ഈ മണ്ണ് കൂടി അടിച്ചോണ്ട് പോയേനെ ആ ശാരദയും മക്കളും. ഇതെല്ലാം കൂടി വാങ്ങി നമുക്കൊരു നേട്ടം കൊയ്യാനാ ഇപ്പൊ ഈ വിവാഹം നടത്താനുള്ള ബുദ്ധി ഞാൻ കാണിച്ചിരിക്കുന്നത്. മനസ്സിലായോടാ മരത്തലയാ? പിണങ്ങി. അപ്പോഴേക്കും പിണങ്ങി എന്റെ പൊന്നു ചേച്ചി. ഞാനൊരു തമാശ പറഞ്ഞതില്ലേ, ബി കൂൾ. മതി മതി, തമാശയല്ലാതെ ഒരു കാര്യം മുൻകൂറായി തന്നെ ഞാൻ നിന്നോട് പറഞ്ഞേക്കാം. കല്യാണം കഴിഞ്ഞാൽ നീ അവളുടെ സാരി തുമ്പിൽ ഇങ്ങനെ കിടന്ന് കറങ്ങരുത്, മനസ്സിലായോ? ഇല്ലേ ചേച്ചി, ഉറപ്പ്. അവളുടെ വലിയ മോഹമായിരുന്നില്ല IAS. കല്യാണം കഴിഞ്ഞാ ഞാൻ അവക്ക് കൊടുക്കാൻ പോകുന്നു അത് തന്നെയാ. IAS എന്ന് വെച്ച ഇന്ത്യൻ അടുക്കള സർവീസ്. അടുക്കള നിരങ്ങിന്ന് അർത്ഥം. സൂപ്പർ, കൈയോട്. ഇപ്പോഴാ കുടുംബശ്രീ ഹോട്ടലിനും വീടിനും മുമ്പിൽ കത്തിച്ചു വെച്ചിരിക്കുന്ന നിലവിളക്ക ശാലിനി. ഇവിടെ വന്ന് കേറിയ പിന്നെ അടുക്കളപ്പുറത്തെ കരിവിളക്കാക്കും ഞാൻ അവളെ. എണ്ണയും തേച്ചു മിനുക്കാനുള്ള ചാരം ഒന്നും കാണാതെ ഏതെങ്കിലും കുപ്പക്കൂനെ കിടന്നുറങ്ങും അവള്. പിന്നെ അതാ ചേച്ചി എനിക്കും വേണ്ടത്. പലയിടത്ത് വെച്ചും അവൾ എന്നെ പരസ്യമായി അപമാനിക്കുകയും പിടിച്ചു തള്ളുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനുള്ള പ്രതികാരം. പിന്നെ അവളുടെ അമ്മ ശാരദ മക്കളിലൊന്നിനെ കെട്ടിക്കോളാന്ന് ഞാൻ പറഞ്ഞപ്പോ അവരെന്റെ ചെകിട്ടത്തടിച്ച ഒരു സമ്മാനം തന്നത്. അതൊന്നും എളുപ്പം അങ്ങനെ എനിക്ക് മറക്കാനാവില്ല ചേച്ചി. ഇതാ അതിനൊക്കെ മറുപടി കൊടുക്കാനുള്ള എന്റെ അവസരം. മിടുക്കൻ. ഈ തീയ എപ്പോഴും നിന്റെ ഉള്ളിൽ വേണ്ടത്. നീ രാജേശ്വരിയുടെ അനിയൻ തന്നെയാണെന്ന് തെളിയിച്ചു. ഗോപാലേട്ടന് പുലർച്ചെ അമ്പലത്തിലേക്ക് പോയതാ. അവിടുത്തെ സജ്ജീകരണങ്ങളൊക്കെ നോക്കാൻ ആള് വേണ്ടേ? ഹലോ ഗോപാലേട്ടാ. രാജേശ്വരി, നിങ്ങൾ ഇതുവരെ ഇറങ്ങിയില്ലേ? ഇറങ്ങാൻ തുടങ്ങുന്നതേ ഉള്ളൂ ഗോപാലേട്ടാ. നിന്റെ പള്ളിയൊരുക്കം തീർന്നില്ലായിരിക്കും. എനിക്കല്ല, കല്യാണ ചെറുക്കനാ ഒരുക്കം തീരാത്തത്. ശരി ശരി,
എന്നാ അവനോട് പറ അവിടെ കണ്ണാടിക്ക് മുമ്പ് ഇന്ന് കളിക്കാതെ പെട്ടെന്ന് ഇറങ്ങാൻ. ഇവിടെ ആൾക്കാരൊക്കെ എത്തിക്കഴിഞ്ഞു. പൂജാരിയും സജ്ജീകരണങ്ങളും ഒക്കെ റെഡിയാ. അല്ല, ശാരദയും മക്കളും എത്തിയോ ഗോപാലേട്ടാ? ആ, അവരിപ്പോ എത്തും. വീട്ടിൽ നിന്ന് ഇറങ്ങിന്ന് പറഞ്ഞ് ആ കുറുപ്പ് സാറ് വിളിച്ചിരുന്നു. നിങ്ങൾ ഇങ്ങ് വേഗം എത്താൻ നോക്ക്. ശരി ഗോപാലേട്ടാ, ദാ ഇറങ്ങി. ആ ശരി. ഹലോ ഗോപാലകൃഷ്ണ. ആ ദാ വരുന്നു. എന്നാ വാടാ നമുക്ക് ഇറങ്ങാം. ആ ചേച്ചി വിട്ടോ, ഞാനേ ഫ്രണ്ട്സിന്റെ കൂടെയാ വരുന്നത്. ഫ്രണ്ട്സിന്റെ കൂടെയോ? ആ, ഇപ്പൊ അവരിങ്ങെത്തും. എടാ, ഈ നേരത്ത് വേറെ ഉടായ്പ പരിപാടിക്കൊന്നും നീ നിക്കരുത്, പണി പാളും. ഇല്ല ചേച്ചി, ഞങ്ങൾ ഫ്രണ്ട്സ് അങ്ങനെ. ഇപ്പൊ ഓരോരുത്തരുടെ കല്യാണത്തിനും ഞങ്ങൾ ഒരുമിച്ചാ പോവാറ്. ശരി, സമയത്തിന് അങ്ങ് എത്തിയേക്കണം. ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ? ഓർമ്മയുണ്ട് ചേച്ചി. ചേച്ചി വിട്ടോ, സമയത്തിന് ഞാൻ അവിടെ ഉണ്ടാവും. ആ ശരി. മക്കളെ, നിങ്ങൾ എത്താറായോ? അവരെല്ലാം ഇറങ്ങി. ഇപ്പൊ ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് വാ, നമുക്ക് രണ്ടെണ്ണം വീശിയിട്ട് വേണം ഇറങ്ങാൻ. ഐശ്വര്യമുള്ളൊരു കാര്യത്തിന് പോകുന്നതല്ലേ. ഇന്ന് രാത്രി ഞാൻ പൊളിക്കും. മധുവിതുരാവുകളെ സുരവിലുയാമങ്ങളെ മടിയിലൊരാൺ പൂവിനെ ചലി. ഇന്ന് രാത്രി ഞാൻ ആടിക്ക് പൊളിയും. അയ്യോ അയ്യോ, മധുവിതുരാ. ഒരു നോക്കു കാണുവാൻ കാത്തിരുന്നവൾ മിഴിയകന്നു പോയോ? ഒരു കാറ്റുപോലെ എൻ കൂടെ വന്നവൾ വഴിമറന്നു പോയോ? ഒരു കഥയായി അവളകന്നു. ഇവളിൽ എനിക്കൊരു മകൻ പിറക്കും. അവനെ ഞാൻ IAS ഓഫീസറാക്കൂടി. നിന്റെയൊക്കെ തലയ്ക്ക് മുകളിലൂടെ പറക്കുന്ന കളക്ടർ. നീ കല്യാണം കഴിഞ്ഞു പോയ കളക്ടറാവുന്ന കാര്യം എങ്ങനെയാ? അത് ചിലപ്പോ നടക്കണമെന്നില്ലമ്മ. നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ എല്ലാം നടക്കണമെന്ന് വിചാരിച്ച അത് വിട്ടിത്തോ.